അവന്മാരാണ് ശരിക്കും പറഞ്ഞാൽ അതിന്റെ ഫൈനൽ സാധനമില്ലേ, നമ്മുടെ ബ്യൂട്ടിഫുൾ ഫൈനൽ ഷോട്ട് ഉണ്ടല്ലോ, ഞാനും ജയനും കൂടെ ഒരു സീ സൈഡിൽ ഇരുന്നിട്ട് അവൾക്ക് വേണ്ടി കുടിച്ച കള്ളും നനഞ്ഞ മഴയും വേസ്റ്റ് എന്ന് പറയുന്ന ആ സീക്വൻസ് സിനിമയിൽ ആദ്യം ഉണ്ടായിരുന്നില്ല. ഞങ്ങളുടെ ടൈലന്റ് മറ്റൊരു ടൈലന്റ് ആയിരുന്നു, അത് ശ്വേത വരുന്നൊരു ടൈലന്റ് ആയിരുന്നു. അതിന്റെ ടൈലന്റ് എന്ന് പറയുന്നത് ഇതായിരുന്നു, അതായത് ഇവള് മേഘന ഇങ്ങനെ ഒരു പണി തന്നിട്ട് പോയി, ഞങ്ങൾ വീണ്ടും ഇതുപോലെയായി. ആ വീട്ടിനകത്ത് ഞങ്ങൾ വീണ്ടും ഇരിക്കുമ്പം ഞാനും ഇവനുള്ള കോൺവെർസേഷനാണ്, ഇനി ഒരു പെണ്ണിനെ നമ്മുടെ ഏരിയയിൽ അടുപ്പിക്കരുത്, നമുക്ക് എന്തിനാണ് പെണ്ണ്, നമുക്കൊരു പിന്നെ മെയിൽ മെയ്ഡ് പോരെ, നമ്മളേത് ഭയങ്കര ചത്തുവനളിയ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സംസാരം വരുമ്പോൾ പെട്ടെന്ന് വീണ്ടും മഴ പെയ്യുകയും അവിടുന്ന് ശ്വേത ഇതേപോലെ അന്നത്തെ ശ്വേത നടന്ന് ഇതേപോലെ സാരിയിൽ ഇങ്ങനെ വന്ന് അതെ എന്ന് പറയുന്നത് ഞങ്ങൾ ഇങ്ങനെ തിരിഞ്ഞു നോക്കുന്നത് കമിൻ എന്ന് പറയുന്നിടത്തായിരുന്നത് എന്റെ. അപ്പൊ അത് ആ എന്റെ ഷൂട്ട് ചെയ്യാനൊക്കെ നിന്ന സമയത്ത് ഞങ്ങള് മഴനിർത്തുള്ളികളുടെ ഫൈനൽ 2-3 ഷോട്ട്സ് എടുക്കാൻ വേണ്ടി ഫോർട്ട് കൊച്ചിയുടെ ബീച്ച് സൈഡിൽ നിൽക്കുന്ന സമയത്ത് മൃദുലും വിനയും കൂടെ ഓടി വന്ന് അനുപടാ ഗംഭീര വിഷ്വലുണ്ട്, നമുക്ക് ഇവിടെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ, ടൈലന്റ് ഇതിനേക്കാൾ വലിയ വിഷ്വൽ ഇല്ല. ഞാൻ പോടർ കിടന്നു ചുമ്മാ, നമ്മൾ ടൈലന്റ് ഓൾറെഡി നമ്മൾ ഷൂട്ട് ചെയ്യാൻ നാളെ ഷൂട്ട് ചെയ്യാൻ, നിങ്ങളിത് വാന്ന് പറയും. എന്നെ വലിച്ച് കൊണ്ടുപോയി. ഞാൻ നോക്കുമ്പോ ഇവന്മാർ ആ ബൈക്ക് അവിടെ സെറ്റ് ചെയ്തിട്ട്, മൃദുലും വിനയോടെ ബൈക്ക് സെറ്റ് ചെയ്തിട്ട് അതിന്റെ മുകളിൽ ജയനെ ഇരുത്തിരിക്കുകയാണ്, അപ്പുറത്തുനിന്ന് മഴ വരുന്നുണ്ട്. ഇതായിരുന്നു വിഷ്വലോ. അപ്പം ഇവന്മാർ എന്തെങ്കിലും എഴുതുന്നു പറഞ്ഞു. അങ്ങനെ ഞാൻ ആകെ ഇത് മാത്രം എഴുതുള്ളൂ, പിന്നെ നമ്മള് പോസ്റ്റിൽ ഡബ് ചെയ്തതാണ്. ആദ്യം അവൾക്ക് വേണ്ടി കുടിച്ച അത് മാത്രമാണ് നമുക്ക് അവിടെ വന്ന, അത് മാത്രമേ നമ്മൾ അവിടെ ഷൂട്ട് ചെയ്തുള്ളൂ. ബാക്കി എന്തൊക്കെയാ പറയാം, ABCD പറയാൻ പറഞ്ഞതാണ്. പിന്നെ നമ്മൾ ഷൂട്ട് ചെയ്തത് VKP എവിടെയായിരുന്നു, VKP ഓടി വന്ന് ഇതൊക്കെ ജോമാൻ ഇത് ക്യാമറ സെറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ VKP വെച്ചത് എന്താ പരിപാടി ചെയ്ത് അപ്പോഴാണ്. അപ്പൊ വിനയ് പറഞ്ഞ് ചേട്ടാ ഇങ്ങനെ ഒരു VKP ഡെഡ്ലി മാൻ, ലെറ്റ്സ് ഷൂട്ട് ഇറ്റ്, അങ്ങനെ ഷൂട്ട് ചെയ്തത്. സോ ദാറ്റ് അങ്ങനെ ഒരുപാട് സീൻസ് ഉണ്ട് ബ്യൂട്ടിഫുൾ. ഇറ്റ്സ് അബൌട്ട് എ ടീം, ഇറ്റ്സ് അബൌട്ട് എ ഗ്രേറ്റ് ടീം, ഇറ്റ്സ് നോട്ട് അബൌട്ട് മീ, ഇറ്റ്സ് അബൌട്ട് VKP. ഏറ്റവും അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള ഒരു ഡയറക്ടറാണ് VKP. ഇറ്റ്സ് എ ഫാന്റാസ്റ്റിക് ഡയറക്ടർ. അദ്ദേഹം ഇതിനകത്ത് കൊണ്ടുവരുന്ന ഈത്തോസ്, അദ്ദേഹം കൊണ്ടുവന്ന ടെക്നിക്കാലിറ്റീസ് എന്ന് പറയുന്നത് നമ്മുടെ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ്സ് ഇൻ സിനിമ, മലയാളം സിനിമ ഉപയോഗിച്ച് ഷൂട്ട് ചെയ്ത സോങ്, പിന്നെ ഒരുപാട് ഡിജിറ്റൽ കൊണ്ടുവന്നു, എല്ലാം അങ്ങേരാണ്. അപ്പൊ അതൊരു അങ്ങനെ ഒരു ടീം വർക്കിന്റെ ഒരു ഇതാണ്. ഞാനും ഇതിന്റെ ഭാഗമായി എന്നുള്ളതാണ് സത്യം. ഐ വാസ് ഫോർച്ചുനേറ്റ് എനഫ് ടു ബി പാർട്ട് ഓഫ് ഇറ്റ്. ജയസൂര്യ അദ്ദേഹം സിനിമയിൽ ഉണ്ടാക്കിയ ഒരു വളർച്ച, അദ്ദേഹം എടുക്കുന്ന ഒരു എഫേർട്ട്, 3-4 വർഷമായിട്ട് അദ്ദേഹം ഒരു സിനിമയും ചെയ്യാതെ, ഐ മീൻ ഇപ്പൊ ഷൂട്ട് ചെയ്യുന്നുണ്ട്, പക്ഷെ കത്തനാർ ചെയ്യുമ്പോ കത്തനാർ മാത്രം ചെയ്തിട്ട്, ആ സമയത്ത് കത്തനാർ മാത്രമാണ് അദ്ദേഹം ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ വർഷങ്ങൾക്ക് കൂടുന്തോറും അദ്ദേഹത്തിൽ ഈ നടൻ ആവാനുള്ള ആഗ്രഹം അല്ലെങ്കിൽ നടിക്കാനുള്ള ഒരു അഭിനിവേശം അത് കൂടുന്നതായിട്ടാണോ സുഹൃത്ത് നല്ല രീതിയിൽ നോക്കുന്നത്? ഓഫ് കോഴ്സ്, അവന് എല്ലാ കാലത്തും അവന് ഇതല്ലാതെ വേറെ ഒരു ചിന്തയില്ല. അവന് ഭയങ്കരമായിട്ട് ഇതിനകത്തൊരു അഡിക്ഷൻ ഉള്ള ആളാണ്. ഈസ് ടു മച്ച് ഇൻ ടു ക്യാരക്ടേഴ്സ്. അവന് ആഗ്രഹം, അൺഫ്ലിഞ്ചിങ് ഡിസയറാണ്. അത് കൂടിയിട്ടേ ഉള്ളൂ. അതുകൊണ്ടായിരിക്കും ഈ പറഞ്ഞ 3 വർഷമൊക്കെ ഒരു പടത്തിന് വേണ്ടി ഇരിക്കുന്നതൊക്കെ വലിയ കാര്യമാണ്. എനിക്കൊന്നും പറ്റില്ല. നിങ്ങൾ ഒരുമിച്ചു, പിന്നെ ഒരു ബ്രേക്ക് എടുത്തു, പിന്നെ ഒരുമിക്കാത്തത് എന്താന്ന് ചോദിക്കുന്നില്ല ആളുകള്? ഒരുപാട് പേര് ചോദിക്കാറുണ്ട്. അത് എന്താ പറയുന്നത്, എന്താ സംബന്ധിച്ചാല് എന്നുവെച്ചാൽ രണ്ടുപേരും 2 രീതിയിൽ ഒരുപാട് വലിപ്പം വെച്ച് പോയി, അതുകൊണ്ട് ചേരാൻ പറ്റില്ല, അതുകൊണ്ടാണ്. ഈ വലിപ്പം വെക്കലിന്റെ അല്ല അതിന്റെ കാര്യം, തിരക്കുകൾ കൊണ്ട്. ഇപ്പൊ ഞങ്ങൾ തമ്മിൽ സിനിമ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ അത്തരം സിനിമകൾ മാത്രം ചെയ്തുകൊണ്ടിരുന്ന ടൈമാണ്. അതിനുശേഷം ഞാൻ എന്റെ സിനിമകളായിട്ട്, അതായത് ഞാൻ നായകനായി അഭിനയിക്കുന്ന ഒരുപാട് സിനിമകൾ വന്നു. അത് ആവശ്യവുമായിരുന്നു. അത് കാരണം വെച്ചാൽ ഞാനീ 2 വർഷത്തിൽ ഒരു സിനിമ ചെയ്തുകൊണ്ട് again you have to put the food on the table. So അത് പ്രശ്നമായിരിക്കും. അപ്പൊ എനിക്ക് അത്തരം സിനിമകൾ ചെയ്യേണ്ടി വന്നുകൊണ്ട് അവൻ സിനിമകൾ ചെയ്യുന്ന സമയത്തായിരിക്കും ഞാനൊരു സ്ക്രിപ്റ്റ് റെഡിയാക്കുന്നത്. അപ്പൊ പലപ്പോഴും അത് അവിടെ വർക്ക് ആവാറില്ല, എനിക്ക് അവനെ വെച്ച് ചെയ്യാൻ പറ്റാറില്ല. അങ്ങനെ മാറി അതെന്തോ അങ്ങനെ പോയി. അത് എന്തുകൊണ്ടാണെന്നൊരു കറക്റ്റായിട്ട് അത് എന്തായാലും അവനും ഒരുപാട് നല്ല സിനിമകൾ ചെയ്യുമായിരിക്കും. ഇതെല്ലാം പറഞ്ഞ പോലെ നമ്മൾ അങ്ങനെ വന്നതല്ലേ. നമ്മൾ ബ്യൂട്ടിഫുൾ, ട്രാൻലോഡ്ജ് ഒക്കെ തന്നെ, കാലിഫോർണിയ, ഗാങ്സ് ഓഫ് വടക്കുന്നാഥൻ, അതെല്ലാം അങ്ങനെ അങ്ങ് ഒരു അതുപോലെ ഒരു അഗെയിൻ
ഒരു സാധനം വരുമായിരിക്കും. അങ്ങനെ ഇതാക്കാനേ പറ്റും. ആത്മാർത്ഥമായിട്ടൊരു ഉത്തരം പറയണം. അനുപേട്ടൻ ശരിക്കും ഒരു അൾട്ടിമേറ്റ് മോഹൻലാൽ ഫാൻ ബോയ് അല്ലേ? രണ്ടുപേരുടെയാണ്. ഡിപ്ലോമാറ്റിക് അല്ലാണ്ട്. ഡിപ്ലോമാറ്റിക് അല്ല. ശങ്കറിനോട് ചോദിച്ചാൽ അറിയാം. ഐ വാസ് എ ഫാൻ ഓഫ് ബോത്ത്. എപ്പോഴും എപ്പോഴും എല്ലാ കാലത്തും. പക്ഷെ ഹാവിങ് സെഡ് ദാറ്റ് ഐ വിൽ ടെൽ യു, അത് നമ്മൾ കുറെ കാലം കഴിയുമ്പോൾ ഈ ഫാൻഡം എന്നുള്ളത് മാറും. നമ്മുടെ ഒരു 20s നമ്മൾ ഫാൻ ബോയ് ആവുന്നത്. ഇവരെ പരിചയപ്പെട്ട് കഴിയുമ്പോൾ ദാറ്റ് ബിക്കംസ് അനദർ ഒരു വേറൊരു ട്രജക്ടറിയിലായിരിക്കും നമ്മളവരെ കാണുന്നത്, നമ്മൾ പ്ലേസ് ചെയ്യുന്നത്. അപ്പൊ അവരെ മാത്രമല്ല, ഞാൻ അങ്ങനെ ഭയങ്കരമായിട്ടുള്ള എനിക്ക് ആരാധന തോന്നി ആ സമയത്ത് തന്നെ. ഐ ഹാഡ് എ ഹ്യൂജ് തിങ് ഫോർ കമൽ ഹാസൻ, ഈവൻ ഷാറൂഖ് ഖാൻ ഇൻ ദിൽവാലെ ദുൽഹനിയ ലെ ജാനേ. ഐ തിങ്ക് അതൊരു ആ ഫ്ലാംബോയൻസ് ഒക്കെ അസാധ്യമാണ് ഷാറൂഖ് കാണിക്കുന്നത്. അപ്പം നമ്മള് എപ്പോഴും പറയും ഷാറൂഖ് ഖാൻ അങ്ങനത്തെ ഒരു അമീറിനെ വെച്ച് നോക്കുമ്പോൾ ഒരു ഐ ഫീൽ ഷാറൂഖ് ഇസ് എ ബെറ്റർ ആക്ടർ ദാൻ അമീർ ഖാൻ ടു മീ വെരി പേഴ്സണലി. മോർ എഫേർട്ട്ലെസ് ആക്ടർ. അതെ. പിന്നെ മാത്രമല്ല അങ്ങേർക്കത് വേണ്ടാന്ന് വിചാരിച്ചിട്ടാണ് അയാളെ ചെയ്യാറ്. അങ്ങേർക്കത് മതി. അയാൾക്ക് രാജ്, രാഹുൽ, രോഹിത്, പിന്നെ ഈ പറഞ്ഞ പോലെ പഠാനിലെ പോലത്തെ മറ്റൊരു വേർഷൻ ഓഫ് ഷാറൂഖ് ഖാൻ. ഈ സിംപിൾ എനിക്ക് ഓഫ് സ്ക്രീൻ ഷാറൂഖ് ഖാൻ ആണ് ഭയങ്കര ഇഷ്ടമുള്ളത്. ഇന്റർവ്യൂസ്, ദ വേ ഹി സ്പീക്സ്, അതൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള. സോ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിയുന്ന ഏജിൽ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന എല്ലാ ആക്ടേഴ്സും നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. ബിക്കോസ് വി നെവർ ഹാഡ് എനിക്കൊരു എന്താ പറയുക, ഒരു ഇൻട്രൻസിക് ആക്ടിങ് എബിലിറ്റി ഉള്ള ആളല്ല. നമ്മളിത് പഠിച്ച് നമ്മുടെ പല കോൺഫ്ലുവൻസുകൾ കൊണ്ട് അക്വയർ ചെയ്യുന്ന ഒരു ടാലൻ്റാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. ഞാനിപ്പോൾ ഒരു ആവറേജ് ആക്ടർ മാത്രമാണ്. സോ അല്ല, ഞാനിത് എല്ലാ സ്ഥലത്തും പറയുന്നത് കേട്ടിട്ടുണ്ട്. ഞാനൊരു ആവറേജ് ആക്ടറാണ്, എനിക്ക് ഡാൻസ് അറിയില്ല, എനിക്ക് ഫൈറ്റ് ഡാൻസ് അറിയാത്തതുകൊണ്ട് മാത്രമല്ല ഫൈറ്റ് ചെയ്യാൻ. ഇത് ശരിക്കുമുള്ള ഇതാണോ, അത് വിനയത്തിന്ന് വരുന്നതാണോ? എനിക്ക് ഞാനൊരു വിനയമുള്ള ആളായിട്ട് നിനക്ക് എപ്പോഴേക്കും തോന്നിയിട്ടുണ്ട്. ഇത് വിനയത്തിന്റെ അല്ല, അതൊരു തിരിച്ചറിവാണ്. ബട്ട് വാട്ട് ഇസ് റോങ് ഇൻ ഇറ്റ്? യു ക്യാൻ ബി ആൻ ആവറേജ് ആക്ടർ. വാട്ട് ഇസ് റോങ് ഇൻ ഇറ്റ്? ഐ ലവ് ബീങ് ആവറേജ്. ദാറ്റ്സ് സോ ബ്യൂട്ടിഫുൾ. ആവറേജ് ഈ ആവറേജ് മോശമാണെന്ന് നമ്മളെ പഠിപ്പിച്ചതല്ലേ? അത് ശരിയാ. നമ്മൾ ആവറേജ് ആകുന്നതുകൊണ്ട് എന്താ കുഴപ്പം? ഐ ലൈക്ക് ബീങ് ആവറേജ്. ആണ് എല്ലാ കാലത്തും ഇങ്ങനെ സമാധാനപ്രിയനായിരുന്നു. സമാധാനപ്രിയനാണ്, ഒരു സംശയമില്ല. എല്ലാ കാലത്തും എനിക്ക് വയലൻസും അബ്യൂസ്, ഫിസിക്കൽ അബ്യൂസും ഒന്നും എനിക്ക് പറ്റാത്ത കാര്യങ്ങളാണ്. ഒരു കാലത്തും പറ്റിയിട്ടില്ല. ഐ ലൈക്ക് ബീങ് ഇൻ മൈ ഓൺ ഗ്രെയിൻ, ബീങ് അറ്റ് പീസ്. അത് തന്നെയാണ്. ആണ് ഒരു ഭയങ്കര കാമുകരാണെന്ന് വിശ്വസിക്കുന്ന കുറെ പേരുണ്ട്. സത്യമാണോ? അങ്ങനെ വിശ്വസിക്കുന്ന ആ ജനത എവിടെ? എനിക്കൊന്ന് കാണിച്ചു തരൂ. അങ്ങനെ ജനത ഉണ്ട്. വെരി ഗുഡ്, താങ്ക് യു. അത് ഈ വർഷങ്ങൾക്ക് ശേഷം നീ എന്നെ അതിലൊരു എനിക്ക് ആ ഒരു റെവലേഷൻ തന്നതിൽ എന്നെന്നും ഞാൻ കടപ്പെട്ടവനായിരിക്കും.